2026 പുറത്തിറങ്ങിയ ഈ 3 മലയാള സിനിമകൾ, അതായത് ഒരു 3 മലയാള സിനിമയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതും പൊട്ടിപ്പാളീസായി ബോംബായി ദുരന്തമായിട്ടുള്ള ഒരു 3 മലയാള സിനിമകളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്പർ 1, ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാൻ ശ്രീനിവാസൻ. നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ ഓരോ സിനിമയും എടുത്ത് പൊട്ടിക്കാനുള്ള കഴിവ്, അതിന് എത്രത്തോളം സ്ട്രെങ്ത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോ അതിങ്ങനെ ഓരോ സിനിമകൾ എടുക്കുമ്പോഴും ഓരോന്ന് ബോംബായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതും വലിയ ആറ്റം ബോംബായിട്ട്. സോ ലാസ്റ്റ് ഇറക്കിയുള്ള ഒരു സിനിമയാണ് ഭീഷ്മർ എന്നുള്ളത്. ഈ ചിത്രത്തിൻ്റെ പരാജയത്തിന് പ്രധാനമായും ആധുനിക കാലത്തിന് ചേരാത്ത അവതരണ ശൈലിയാണ് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ്, പഴഞ്ചൻ അവതരണം. സിനിമയുടെ സ്റ്റേജിങ്ങും എഡിറ്റിങ്ങും വികാരപരമായ മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് പുതുമയുള്ളതായിട്ട് തോന്നിയില്ല. സംവിധായകൻ ഇപ്പോഴും പഴയ ആൽബം വീഡിയോകളുടെ ശൈലിയിൽ നിന്ന് മാറിയിട്ടില്ലെന്ന വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. തിരക്കഥയിലെ പോരായ്മകൾ. ഗൗരവമേറിയ വിഷയങ്ങളെ വളരെ ലളിതമായി കൈകാര്യം ചെയ്തതും യുക്തിരഹിതമായ സീനുകളും പ്രേക്ഷകരെ നിരാശരാക്കി. കാസ്റ്റിംഗിലെ പാളിച്ചകൾ. അഭിനയത്തിൽ കൃത്രിമത്വം തോന്നിച്ചതും പുതുമുഖങ്ങളുടെ പ്രകടനങ്ങളും ചിത്രത്തിന് ഗുണകരമായിട്ടേയില്ല. നെക്സ്റ്റ് വൺ, പ്രതിച്ഛായ. നിവിൻ പോളിയെ നായകനാക്കി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ പൊളിറ്റിക്കൽ ത്രില്ലറിനെ പഴയകാല ഫോർമുലകൾ ആവർത്തിച്ചതാണ് വിനയായത്. പതിഞ്ഞ താളം, സ്ലോ ബീസ്. സിനിമയുടെ മെല്ലപ്പോക്കും അമിതമായ മെലോഡ്രാമയും പ്രേക്ഷകരെ ബോറടിപ്പിച്ച് മടുപ്പിച്ചു. സോ പുതുമയില്ലാത്ത തിരക്കഥ. പല രാഷ്ട്രീയ സിനിമകളിലും കണ്ട് മടുത്ത് കഥാപരിസരങ്ങളും സംഭാഷണങ്ങളും സിനിമയ്ക്ക് വളരെ ബോറാക്കി തന്നിട്ടുണ്ട്. അമിതമായ സ്ലോ മോഷൻ സീനുകൾ. ആക്ഷൻ സിനിമകളിൽ ആവേശം പകരാൻ അമിതമായി ഉപയോഗിച്ച സ്ലോ മോഷൻ ഷോട്ടുകളും സ്വാഭാവികത നഷ്ടപ്പെടുത്തി. വളരെ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ലോ മോഷൻസ്.